അത് ഈ എനിക്ക് തോന്നുന്നു സ്ഥിരം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരിതിനകത്ത് ഭയങ്കര എന്താണ് ട്യൂണിങ് ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ അവരിൽ പലരും ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഇൻവിജിലേഷൻ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇതിനകത്ത് മാറി നിന്നതിൻ്റെ പേരിൽ പുതിയ എനിക്ക് തോന്നുന്നു ഒരു പരിചയവും ഇല്ലാത്ത പെട്ടെന്ന് അങ്ങോട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടു. അതാണ് തൃശ്ശൂർ ഞാൻ കേട്ട ഒരു. പക്ഷേ കളക്ടർ അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്പീഡപ്പ് ചെയ്യാൻ. പക്ഷേ അതൊക്കെ ഒരു ക്രിമിനൽ സിറ്റുവേഷനാണ്. കാരണം അതികഠിനമായ ചൂട്. നിങ്ങൾ വോട്ടേഴ്സിനെ ഇലക്ഷൻ കമ്മീഷൻ സെലിബ്രിറ്റീസിനെ വെച്ച് പറഞ്ഞ് വരെ ക്ഷണിക്കുകയാണ്. എത്ര ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു വയസ്സായവർക്കിരിക്കാൻ? വെള്ളം എത്ര വെച്ചു? വെള്ളം ഒന്ന് എടുത്തു കൊടുക്കാൻ ആളിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തണലില്ലെങ്കിൽ തണലൊരുക്കാൻ ആളുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷണൽ സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് എത്ര മര്യാദയാണ് കൊടുക്കാൻ സാധിച്ചത്? അവരെ 2 മിനിറ്റ് ഒരാൾക്ക് അതിൽ കൂടുതൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പം ഞാൻ 10ാമതായിട്ടിരുന്ന ആളാണ്. 1ാമത് വന്നു. പക്ഷെ വേറെ പലർക്കും വഴി വിട്ടുകൊടുത്തു. 10ാമതിരുന്ന ആളാണ് ഞാൻ. എത്ര മണിക്ക് അവിടെ വന്നിരുന്നു, എത്ര മണിക്ക് പോളിംഗ് തുടങ്ങി, എത്ര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കൂ. ക്ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഫുൾ റണ്ണിങ് ലൈവ് അല്ലായിരുന്നു അല്ലേ? നോക്ക്. ഷുഡ് ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് ടൈം? എല്ലാവരും ബ്രിസ്കായിരിക്കണം. ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 62 ദിവസം കടന്ന് നടുപൊടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. 65 ദിവസവും ചിന്തിച്ച് തീരുമാനമെടുത്ത് ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. എല്ലാവരുടെയും സമയം മാനിക്കപ്പെടണം. കുന്നുകൂടാൻ സമ്മതിക്കരുത്. ക്യൂ കൂടാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ ഫാസ്റ്റായിട്ട് നിൽക്കണം. അല്ല, അതൊന്നും ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയോ തീരുമാനമാണെങ്കിൽ അതിനകത്ത് ചർച്ചയുണ്ടാവും. പിന്നെ അവർ പറയുന്നത് ഞാൻ അനുസരിക്കും. ഇന്ന് വരെ അവർ പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ടൈറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് അല്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ഭയങ്കര ഇഷ്ടമുള്ള ചില, അതിൽ ഒരു 2 മാത്രമേ. ഈ ശവക്കല്ലറയിൽ നിന്നൊന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം. വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും. ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചതാണ്. വോട്ട് ചെയ്തേ പറ്റൂ. അവർ വോട്ട് ചെയ്യണം. അതിലാരൊക്കെ വോട്ട് ചെയ്തു? അവർ 2 വോട്ട് ചെയ്തോ? തൂക്കിക്കൊല്ലാം. അവർ ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. മേക്ക് ഇറ്റ് എ ക്രൈം. അവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്വേഷിച്ചോളൂ. അയൽവക്കത്തൊക്കെ അന്വേഷിച്ചോളൂ. എൻ്റെ ഡ്രൈവറും എൻ്റെ അസിസ്റ്റൻറ്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്. മുകളിലാണ് അവരുടെ മുറി. അത് എൻ്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ. ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല. എന്നെപ്പോലെ തന്നെ AC ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. അതെൻ്റെ ജോലിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ന്യായമായി. അല്ല, അതൊന്നും എൻ്റെ ജോലിയല്ല. അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ്. 2 സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരിത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കഴിഞ്ഞ 5 ഇലക്ഷനെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ, പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യും. ഇതൊരു സ്ട്രാറ്റജിയാണ്. അത് കണിശമായിട്ടും പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പോൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലേ?
അത് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന്, പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും 18 വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തിരഞ്ഞു പിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണം. ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ്. അത് 2 വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ്. അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അവർ മോശക്കാരൊന്നുമല്ല.